നമ്മുടെ വീട്ടിൽ ധാരാളം മാങ്ങ കൊഴിയുന്ന സമയത്ത് ഇതേപോലെ മാമ്പഴപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കാട്ടാ. ഒരു കേടും വരില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുകയും വേണ്ട. മാങ്ങയൊക്കെ മാവിൻ്റെ ഇറക്കിയൊന്ന് പറക്കി കൊണ്ടുവന്നിട്ട് ഇതേപോലെ തൊലിയൊക്കെ ചെത്തി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുതേ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ മാങ്ങയുടെ ജ്യൂസിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കേട്ടോ. അപ്പം നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കനം കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും കേട്ടോ. ഒരു 3 ദിവസമൊക്കെ മതിയാവും ഇതേപോലെ ഉണങ്ങാനായിട്ട്. നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന മാംഗോ ജ്യൂസിലൊക്കെ എന്തോരം കെമിക്കലും അതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ മക്കൾക്കാണ് ദോഷം ചെയ്യുക. രോഗങ്ങൾ ഒഴിയില്ല അല്ലേ, ആശുപത്രിയിൽ നിന്നും പോരാനും സാധിക്കില്ല. വീണ്ടും 3 ദിവസം കൂടി ഞാൻ തുണിയിലിട്ട് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ പൊടിച്ചെടുത്തത് കേട്ടോ. പൊടിച്ചെടുത്തത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം കൂട്ടി നമുക്ക് ഏത് സീസണിലും മാംഗോ ജ്യൂസ് കഴിക്കാവുന്നതാണ്. വേറൊരു നല്ല വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.